الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി തിന്മകളിൽ നിന്ന് വേറിട്ട് നിന്ന് കഴിയും വിധം നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ജീവിതം നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരമാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എത്ര കാലമാണ് ആയുസ്സുള്ളതെങ്കിൽ ആ ആയുഷ്കാലം എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ സ്വന്തം നഫ്സിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അതൊരു നിസ്സാരമായ കാര്യമായിരുന്നാൽ പോലും വഴിയിൽ കിടക്കുന്ന മുള്ള് ആരുടെയെങ്കിലും കാലിൽ തറക്കുമോ, നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് ഒരരികിലേക്ക് മാറ്റിയിടുന്നത്, തട്ടിയിടുന്നത് പോലും വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന് പഠിപ്പിച്ച ഒരു സമുദായത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും കഴിയുന്നത്ര തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമ്മളോട് പറയുന്നത്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവിതം നൽകുന്ന കാര്യത്തിൽ അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വരണം എന്നാണ്. യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും. വ്യാപാരത്തിലും വിനിമയത്തിലും തെറ്റായ വ്യാജമായി വിറ്റും വരവും നടത്തുന്ന കച്ചവടം ചെയ്യുന്ന ആളാവട്ടെ, പിടിച്ചുപറിക്കുന്നവനാവട്ടെ, പലിശ വാങ്ങുന്നവനാവട്ടെ, കൈക്കൂലി വാങ്ങുന്നവനാവട്ടെ, ജീവിക്കാൻ വേണ്ടിയാണ്.
എല്ലാ കാര്യങ്ങളും നമ്മൾ അധ്വാനിക്കുന്നതും പാടുപെടുന്നതും കുടുംബങ്ങളെ ഇട്ടെറിഞ്ഞ് വർഷങ്ങളോളം ജീവിതത്തിന്റെ നല്ല കാലം അങ്ങകലെ അക്കരെ ജീവിക്കുന്നതും ഗൾഫിൽ പോയി ജീവിക്കുന്നതുമൊക്കെ ജീവിക്കാൻ ആ ഒരു ജീവിതം യഥാർത്ഥമായ ജീവിതം കിട്ടണമെങ്കിൽ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ മറുപടി നൽകണം, ഉത്തരം നൽകണമെന്നാണ് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഏത് ജീവിതമാണ്? നല്ല സമ്പത്തും നല്ല സൗകര്യങ്ങളും വീടും ആരോഗ്യവും മാത്രമല്ല ആ ജീവിതം. നേരെ മറിച്ച് അള്ളാഹു കൂടി ഇഷ്ടപ്പെടുന്ന യഥാർത്ഥമായ ഒരു ജീവിതത്തിന് നിങ്ങൾ വിശ്വാസികളെ ഉത്തരം നൽകണം. അതൊരിക്കലും മാറ്റിവെക്കാൻ പാടില്ല, നിർത്തിവെക്കാൻ പാടില്ല, ഇനി നീട്ടിവെക്കാൻ പാടില്ല. ഇതാ ദഅാക്കും ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് യഥാർത്ഥമായ ജീവിതം നൽകുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. ആ ഒരു ദീനിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ ആ ദീനിന് വേണ്ടി ജീവിക്കുന്ന ഒരാളോടും നിങ്ങളെ ദുനിയാവില് ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കണം, നിങ്ങളുടെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യന്മാര് ദീനനുസരിച്ച് ജീവിച്ചാൽ, സത്യസന്ധത പാലിച്ചാൽ എന്തോ നഷ്ടപ്പെടുമോ, സമ്പത്തിൽ സക്കാത്ത് കൊടുത്താൽ എന്തൊക്കെയോ ഞാൻ പട്ടിണിയായി പോകുമോ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും സുന്നത്തെടുത്താൽ എനിക്ക് എന്തോ കുറവ് പറ്റുമോ എന്ന ഭയ പോലെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ആ കൂട്ടത്തിലാവരുത് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാലം മാറും തോറും മനുഷ്യന്റെ ചിന്ത മാറും, മനുഷ്യന്റെ വിചാരങ്ങളും ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും മാറും. എന്നിട്ട് ഒരു കൂട്ടർ മാത്രം ഇവിടെ ബാക്കിയാവും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരു കൂട്ടർ ബാക്കിയാകും. അതവിടെ എന്നും ഉണ്ടാവും, അവര് മാറില്ല. വാഹിരീന അലൽ ഹഖ്, ഹഖ് ഏതാണോ, സത്യം ഏതാണോ അതിൽ ഉറച്ചു നിൽക്കുകയും മികച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകും. എന്നിട്ടോ ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ ആര് കൈവിട്ടാലും അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, അവരതിൽ ഉറച്ചു നിൽക്കും. വലാ മൻ ഖാലഫഹും, അവർക്കെതിരിൽ നാട് മുഴുവനും നീങ്ങുകയാണെങ്കിൽ പോലും അവർ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ശരി നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ അഹ്സാബിൽ, അള്ളാഹുവും ഒരു റസൂലും ഒരു കാര്യം നിങ്ങളോട് തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് പാടില്ല, ഒരാൾക്കും പാടില്ല, അത് സ്വീകരിച്ചു കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശി ആ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിലെ മഖ്സൂമി കുടുംബത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു സ്ത്രീയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. സൗന്ദര്യമുള്ള, തറവാടിത്തമുള്ള, ആരോഗ്യവും സമ്പത്തുമുള്ള സൈനബ റളിയല്ലാഹു അൻഹ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. സെയ്ദ് എന്നത് നബിയുടെ ഒരു അടിമയായി നബിക്ക് കിട്ടിയ നബിയുടെ അടിമയാണ്. നബി ആ കുട്ടിയെ മോചിപ്പിച്ചു. എന്നാലും കൂട്ടും കുടുംബവും ഇല്ലാത്ത ഒരാളായിരുന്നു സെയ്ദ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബയോട് പറഞ്ഞു, നീ സെയ്ദിനെ വിവാഹം കഴിക്കണം. സൈനബും സെയ്ദും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എല്ലാ അർത്ഥത്തിലും. പക്ഷേ സൈനബയെ വിവാഹം കഴിക്കണമെന്ന് സെയ്ദിനോട് പറഞ്ഞു. സെയ്ദിനെ വിവാഹം കഴിക്കണമെന്ന് സൈനബയോടും പറഞ്ഞു. അങ്ങനെ അവർ അത് സമ്മതിച്ചു. ആ വിവാഹം പിന്നീട് സ്വാഭാവികമായ കാരണങ്ങളാൽ നീണ്ടുപോയില്ല, 1 വർഷത്തിനേ നീണ്ടുപോയുള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അതാണെങ്കിൽ നബിയെ, ഞാൻ ആ അടിമയായിരുന്ന സെയ്ദിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു സഹാബി വനിത നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറ, അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്ക് ഒരു ചോയ്സ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ പാടില്ല. അവിടെ നാട്ടാചാരമോ അല്ലെങ്കിൽ പാരമ്പര്യമോ
കേട്ടുകേൾവികളോ അല്ല. ഖുർആൻ എന്താണ്, സുന്നത്ത് എന്താണ് നമ്മളോട് പറയുന്നത്. റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ വലിയ ബഹളങ്ങളാണ്. പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾ നടക്കുകയാണ്. എന്താണ് ഈ ജന്മദിനം, ആരാണത് പറഞ്ഞത്? അതിനൊരർത്ഥമില്ല, അതിനാളില്ല, അതിനൊരു പരമ്പരയില്ല, അതിനൊരു പ്രമാണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ പ്രബലമാണ് ആ ജനനത്തിന്റെ തീയതി എങ്കിൽ പോലും 63 കൊല്ലക്കാലത്തെ ജീവിതത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ല. നബിയുടെ മരണശേഷമെങ്കിലും ആ റസൂലിനെ എപ്പോഴും ഓർത്തിരുന്ന സഹാബത്ത് ഒരിക്കലെങ്കിലും ഒരു 100 കൊല്ലം സഹാബത്ത് ജീവിച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം പിൽക്കാലത്തുണ്ടായ, അതും ഒരിക്കലും ദീനുമായി ബന്ധമില്ലാത്ത നാട്ടുരാജാക്കന്മാർ ആർഭാടത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരാഘോഷം മാത്രമാണ് റബീഉൽ അവ്വൽ എന്ന ജന്മദിനം. അത് പല രൂപത്തിലും മാറി മാറി വന്നു. ഇവിടെ ഇരിക്കുന്ന കാരണന്മാർക്കറിയാം, ചെറുപ്പകാലത്ത് അതിനൊക്കെ ഈ കുറച്ചുകൂടി ഒരു അച്ചടക്കമുണ്ടായിരുന്നു. ആ അച്ചടക്കമൊക്കെ പോയിട്ട് മറ്റേതോ ഭാഗത്തേക്ക് റബീഉൽ അവ്വൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് അള്ളാഹും റസൂലും ചെയ്തിട്ടില്ലേ, അതാരും ചെയ്താലും നമ്മൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. സഹാബത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കൂ, എത്രമാത്രം കൃത്യമായിരുന്നു അത്. ഔഫ് ബിൻ മാലിക്കുൽ അസ്ജാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങള് 8-9 സഹാബിമാരുണ്ടായിരുന്ന ഒരു കാലത്ത് നബി ഞങ്ങളോട് പറഞ്ഞു, അത് ഇസ്ലാം ഉണ്ടാവുകയാണ്, നബി ഞങ്ങളോട് പറഞ്ഞു, ബയ്യത്ത് ചെയ്യൂ, എന്നോട് ബയ്യത്ത് ചെയ്യൂ, എന്നോട് ചില കരാറ് ചെയ്യണം, എന്നാലേ നിങ്ങൾ മുസ്ലിമായി ജീവിക്കാൻ പറ്റും. എന്തിനാണ് ബയ്യത്ത് ചെയ്യേണ്ടത് എന്ന് നബിയോട് ചോദിച്ചു. അവർ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നിങ്ങൾ പലരെയും പ്രാർത്ഥിച്ചിരുന്നു, പലരോടും നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്നു, പലർക്കും ബലികർമ്മം നടത്തിയിരുന്നു, പലതിനു വേണ്ടിയും നിങ്ങൾ അർത്തിരുന്നു. ഒന്നും പാടില്ല, പടച്ചവന് വേണ്ടി മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ, ബലികർമ്മം നടത്താവൂ, നേർച്ചയാക്കാവൂ. തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആവാം. അവർ സമ്മതിച്ചു. രണ്ടാമത് പറഞ്ഞു, വലാ തുശ്രികൂ ബി ശൈഅ, അല്ലാഹുവല്ലാത്ത ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. അതിനുവേണ്ടി മറ്റുള്ളവരെ സമീപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഒരു നൂല് പോലും കെട്ടിയിട്ട് ആ നൂലിന്റെ കയ്യിൽ കെട്ടിയ നൂല് കൊണ്ട് എനിക്കൊരു ഗുണം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരെ പറഞ്ഞു, ശരി, ഞങ്ങളത് അംഗീകരിച്ചു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 5 നേരം നമസ്കരിക്കണം. അത് നിങ്ങളെ ജീവിതത്തെ മാറ്റും, ആത്മാർത്ഥമായി നമസ്കരിക്കാൻ. അതവർ ബയ്യത്ത് ചെയ്തു. നബിയുടെ കൈപിടിച്ച് നബിയോട് അവർ പ്രതിജ്ഞ കൊടുത്തു. പിന്നീട് അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ കണ്ട ആചാരമല്ല, ഞാൻ നിങ്ങൾക്ക് ആചാരം, സ്വർഗത്തിലേക്കുള്ള ആചാരം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ശരി, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വാക്ക് കൊടുത്തു. അവസാനം മുസ്ലിങ്ങളാവാൻ വേണ്ടി ഉള്ള വാക്ക് കൊടുത്ത് കൈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരോടും ചോദിക്കരുത്, അനാവശ്യമായി കഴിവുണ്ടായിട്ടും മറ്റുള്ളവരോട് ചോദിച്ച് ജീവിക്കരുത്. അവരും അത് സ്വീകരിച്ചു. സഹാബിമാരുടെ ജീവിതം നമുക്ക് നോക്കിയാൽ അറിയാം. സഹാബിമാരുടെ ജീവിതം, തന്റെ അമ്പ് നിലത്ത് വീണു പോയാൽ പോലും അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചില്ല എന്നാണ് അബൂ മാലിക്കുൽ അസ്ജാഇ റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ മാലിക്കുൽ അസ്ജാഇ റളിയല്ലാഹു അൻഹു പിന്നീട് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ആ സഹാബിമാർക്കുണ്ടായിരുന്ന, ആ നബിയെ അനുസരിക്കാനുണ്ടായിരുന്ന ആ ഒരു ത്വര എത്രമാത്രമായിരുന്നു എന്നറിയാമോ? ഒരിക്കൽ നബിയുടെ കയ്യിലൊരു മോതിരം കാണാം. സ്വർണം വന്ന് ഹലാലാക്കിയിട്ടില്ല പുരുഷന്മാർക്ക്. സ്വർണം പുരുഷന്മാർക്ക് ഹറാമാക്കിയിട്ടില്ല. ഹറാമാക്കുന്നതിന്റെ മുമ്പാണ്. സ്വർണം ധരിച്ചിരുന്നു. നബി ഒരു സ്വർണ്ണ മോതിരം ധരിച്ചു. അത് കണ്ടപ്പോ സഹാബിമാര് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് എല്ലാവരും ഓരോരോ സ്വർണ്ണ മോതിരം ധരിച്ചു. നബി കണ്ട നോക്കിയപ്പോ എല്ലാവരും സ്വർണ്ണ മോതിരം. എന്താണ്? അപ്പൊ അവര് നബിന്റെ കൈമ നോക്കി, നിങ്ങളെ കൈമുണ്ട്, അതനുസരിക്കാണ് ഞാൻ. നബി പറ്റില്ല. നബി അത് ഒഴിവാക്കി. എല്ലാവരും ഒഴിവാക്കി. അത് പിന്നെ ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി കയറി വരാണ്.
പള്ളി കയറി വന്നപ്പോൾ സാധാരണ നിലക്ക് മദീനത്തെ അന്നത്തെ പള്ളി മണലും മണ്ണും ഒക്കെയാണ്, എന്നാൽ നജസ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ അങ്ങനെ ഷൂട്ട് വല്ല കുപ്പിട്ടിട്ടാണ് നിസ്കരിക്കല്. അപ്പൊ പ്രശ്നമില്ല. ഇപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജനാസ നിസ്കാരമൊക്കെ ചെരുപ്പിട്ടോ ഷൂട്ടോ നിസ്കരിക്കുന്നത് തെറ്റല്ല, നജസ് ഉണ്ടാവരുതെന്ന് മാത്രം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുഫ ഷൂ എടുത്തിട്ട് ഇടത് ഭാഗത്ത് അവിടെ വെച്ചു, ഇമാം വെക്കുമ്പോൾ എന്നിട്ട് നിസ്കരിച്ചു. എല്ലാ ദിവസവും ഇന്ന് വ്യത്യസ്തമായി. അന്ന് എല്ലാ സഹാബിമാരും ഷൂ ഊരി ഇടത് ഭാഗത്ത് വെച്ചു. നബി തിരിഞ്ഞു നോക്കുമ്പോ എല്ലാവരും ഇടത് ഭാഗത്ത് ഷൂ. നബി ചോദിച്ചു, എന്തേ ഇങ്ങനെ? നിങ്ങളങ്ങനെ ഊരി വെച്ചപ്പോ അത് നിങ്ങളുടെ ചര്യയാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതായിരുന്നില്ല, എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റിയില്ല. ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അത്താനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്റെ അടുക്കൽ വന്ന് വഹി തന്നു, നിങ്ങളുടെ ഷൂമേൽ നിങ്ങൾ അറിയാതെ നജസ് പറ്റിയിട്ടുണ്ട്, അത് മാറ്റി വെക്കണം. അതാണ് ഞാൻ മാറ്റി വെച്ചത്. അപ്പൊ സഹാബിമാർക്ക് മനസ്സിലായി, നജസ് ഉണ്ടെങ്കിൽ ഒരു ഫിഖ് മസ്അല, നജസ് ഉണ്ടെങ്കിൽ അത് നമസ്കരിക്കാൻ പാടില്ല എന്ന്. നോക്കൂ, അത്രമാത്രം പ്രവാചകന്റെ ഓരോ ജീവിതത്തിലും. മദീനയിൽ ഏറ്റവും വലിയ മദ്യവ്യാപാരിയായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. വലിയ വലിയ സഹാബിമാരാണ് അവിടെ വന്ന് മദ്യം കഴിച്ചിരുന്നത്. കാരണം മദ്യം ഹറാമാക്കിയിട്ടില്ല ആ കാലത്ത്. അനസ് റളിയല്ലാഹു അൻഹു ആണ് മദ്യം വിളമ്പുന്ന മനുഷ്യൻ. നബിയുടെ സഹാബിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്ന വളരെ തിരക്ക് പിടിച്ച മദ്യഷാപ്പിലേക്ക് ഒരാൾ കയറി വന്ന് പറയുകയാണ്, അലാ ഇന്നല്ലാഹ ഹറമൽ ഖംറ, അറിയുക, അള്ളാഹു കള്ള് ഹറാമാക്കിയിരിക്കുന്നു. ആ നിമിഷം അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസിനോട് പറഞ്ഞു, നിർത്തവിടെ, വിളമ്പിയത് നിർത്ത്. കുടിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കുടിക്കുന്ന ആ പാത്രം വലിച്ചെറിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് വെച്ചിരുന്ന മദീനയിലെ ഏറ്റവും വലിയ മുന്തിയ കള്ള് അതെല്ലാം തെരുവിലേക്ക് പുറത്തേക്ക് ഒഴിച്ചു. സഹാബിമാർ തന്നെ പറയുന്നത്, ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾ നടക്കുന്ന വഴിയിൽ കള്ള് ഒഴുകിപ്പോകുന്നു. അപ്പോഴാണ് കള്ള് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതും കൂടിയാണ് കുടിച്ചു തീർക്കട്ടെ എന്നല്ല. അവിടെ ആ നിമിഷം അവരുടെ ജീവിതത്തിന്റെ ചോരയിൽ കലർന്ന ആ ഒരു തിന്മയുണ്ടല്ലോ, അവരുടെ രക്തത്തിൽ കലർന്ന തിന്മ, ആ നിമിഷം അതവർ ഒഴിവാക്കി. എത്രമാത്രമായിരുന്നു! ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ബിലാൽ എന്നൊരു മകനുണ്ടായിരുന്നു. വളരെ സൂക്ഷ്മതയുള്ള മകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ള സ്ത്രീയുമായിരുന്നു, ചെറുപ്പക്കാരി. ബിലാൽ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, നീ പള്ളിയിൽ പോണ്ട, നിസ്കരിക്കാണ്ട് ജമാഅത്തൊന്നും പള്ളിയിൽ പോണ്ട. ഒരു സൂക്ഷ്മതക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം. അവര് നേരെ ഉപ്പാനോട് വന്ന് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, എന്നോട് പള്ളി പോണ്ടെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ വിളിച്ചു, മകനെ, ആര് പറഞ്ഞു അവളോട് പള്ളി പോകാതിരിക്കണം എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളോട് നിങ്ങൾ പള്ളി വിലക്കരുത്, അവർക്ക് നിർബന്ധമില്ലെങ്കിലും പോകരുത് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നീ ആരാണ് റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്കെതിരെ പറയാൻ? ബിലാൽ റളിയല്ലാഹു അൻഹു മാപ്പ് വാപ്പ, അവൾ പോയിക്കോട്ടെ. നമുക്കൊരു മാറ്റം എല്ലാ കാര്യത്തിലും, ഇബാദത്തിന്റെ കാര്യത്തില്, കുടുംബജീവിതത്തിന്റെ കാര്യത്തില്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അടിമയെ അടിക്കുകയാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു കേൾക്കാത്തതുകൊണ്ട് അടിക്കുക. അത് കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ കൂടി പോകുന്നത്. യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ, എന്താ ഈ ചെയ്യുന്നത്? അല്ലാഹു തആല ഇന്നല്ലാഹ അഖദറു അലൈക, നിന്നെക്കാളും കഴിവുള്ളവനാണ് പഠിച്ചോട്ടോ. അടിമകൾ എങ്ങനെ അടിക്കാൻ പാടില്ല. ആ അബൂ മസ്ഊദിന്റെ അടിമ, അനുസരണക്കേടുള്ള അടിമയെ അദ്ദേഹം പിന്നെ മരിക്കുവോളം അടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. കാരണം റസൂലുള്ളാഹ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അത് അങ്ങനെയാണ് അവര് അനുസരിച്ചത്. സഹോദരന്മാരെ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. റസൂലിനെ അനുസരിക്കാം. അത് കാലം മാറുമ്പോൾ ഇല്ലാതെയാവേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു അതിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കാം. ഫത്തഖുല്ലാഹ മസ്തതഅതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ശേഷവും മുമ്പ് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്.
ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്കാറുൽ സബാഹ്, അദ്കാറുൽ മസാ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, വസ്ത്രധാരണയിലെ സുന്നത്തുകൾ, വേഷങ്ങളിലെ സുന്നത്തുകൾ, ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഒരുപാട് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. ആ സുന്നത്തുകളെ കഴിയുന്നത്ര ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. എല്ലാവർക്കും എല്ലാ സുന്നത്തും കൃത്യമായി എല്ലാവർക്കും എവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിയണം എന്നില്ല. പക്ഷേ അതിനെ നിസ്സാരമാക്കി സുന്നത്തുകളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് പോട്ടെ, ഇത്ര മതി, അത് പാടില്ല. കഴിയുന്നത്ര ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കുക. എന്നാലോ അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചൊരു കാര്യം, അത് ഒരിക്കലും അത് നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ ഒഴിവാക്കാനും പാടില്ല, എടുക്കാനും പാടില്ല. അത് ഒഴിവാക്കണം, അത് നമ്മൾ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് അത് നമ്മളൊക്കെ ചെല്ലണം, തുമ്മിയാൻ ചെല്ലേണ്ടതാണ്. മറ്റൊരാള് അയാള് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് കൂടി പറഞ്ഞു അൽഹംദുലില്ലാഹ് കേട്ട പിന്നെ സലാത്ത് കൂടി അതിന്റെ കൂടെ അത് ചെല്ലിയതേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ആളല്ലേ, അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആളല്ലേ, അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആള് ആ റസൂലുള്ള തുമ്മിയതിന്റെ ശേഷം ആ റസൂലിന്റെ സലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല, മേലിൽ അത് ചെയ്യരുത്, അൽഹംദുലില്ലാഹ് മതി. സലാത്ത് വേറെ ചെല്ലിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, അല്ലെങ്കിൽ ഗുണമല്ലേ, സുഖമല്ലേ എന്ന് കരുതി ഒരു സലാത്ത് ചെല്ലാൻ പോലും അള്ളാഹുവിന്റെ സഹാബികൾ അനുവദിച്ചിട്ടില്ല. നല്ലതല്ലേ എന്ന് കരുതി അത് വേറെ ചെല്ലാനാണ്. ഓരോന്നിനും ഓരോരുടെ സ്ഥാനമുണ്ടല്ലോ. അപ്പൊ ഈ തരത്തിലുള്ള അനാചാരങ്ങൾ ഓരോ കൊല്ലം കൂടുന്തോറും നബിയുടെ ജന്മദിനത്തിന്റെ പേരിലുള്ള ആചാരങ്ങളും അതല്ലാത്ത തരത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും ആചാരങ്ങളും സമൂഹത്തിൽ കൂടി വരുമ്പോൾ അവരൊക്കെ മഹാന്മാരല്ലേ, അത് നല്ലതല്ലേ ചെല്ലിപ്പറയുന്നത് എന്ന് കരുതി അങ്ങനെയുള്ള ഒരു ബിദ്അത്ത് അത് സമൂഹത്തിൽ ആര് എത്ര ചെയ്താലും, എത്ര സമൂഹത്തിൽ ആരെത്ര മഹാന്മാർ ചെയ്താലും അത് അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, ബിദ്അത്തുകൾ ദലാലത്താണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, ദലാലത്തുകളൊക്കെ നരകത്തിലേക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, റസൂലിന്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ ജീവിക്കാനും എന്നാൽ റസൂലിന്റെ സജ്ജയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കാനുമാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്. അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. വഹ്ദറു, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് കണ്ടാലും നിങ്ങൾ ഭയപ്പെടുക. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ യുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ കൽപ്പനക്കും റസൂലിന്റെ കൽപ്പനക്കും വിരുദ്ധമായി എന്ത് ചെയ്താലും അവൻ നശിക്കും, നാശത്തിൽ വരും, അവർക്ക് മാരകമായ ശിക്ഷ ഉണ്ടായിരിക്കുമെന്ന് ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേക്കാം. ഫഅലൈക്കും ബിസുന്നതി, ദീനിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും വരും. അത് അങ്ങനെ, ഇതെങ്ങനെ, അത് ഇത് പറന്ന്, ഇത് സുന്നത്ത്, ഇത് ഇസ്ലാമിയിൽ നല്ലത്, ഒക്കെ അഭിപ്രായ വ്യത്യാസം വരും. ഒക്കെ അതേമാതിരി തന്നെ നിൽക്കണമെന്നില്ല. അപ്പോഴും ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ ചര്യയാണ്. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, 4 ഖലീഫമാരായ എന്റെ പിൻഗാമികളുണ്ട്, അവരുടെ ചര്യയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് ഒരിക്കലും അത് വിട്ടുപോകാതെ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാതെ മുറുകെ പിടിക്കുക എന്ന്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആചാരങ്ങൾ വരുമ്പോൾ സമൂഹത്തിൽ
റസൂലിലേക്കും അള്ളാഹുവിലേക്കും കൂടുതൽ അടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ആചാരങ്ങളും ആകാശങ്ങളും ആണ്ടർതികളും ഇസ്ലാമികമല്ല, അത് അനാചാരമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ പള്ളി മാസാന്തം പള്ളിയുടെ ചെലവിലേക്ക് നിങ്ങൾ സംഭാവന തരണം, അതാണ്. മറ്റൊന്ന്, 2 കാലുമില്ലാത്ത മഞ്ചേരി സ്വദേശിയായ ഒരു സാധു അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ആൾ കൂടിയാണ്, അവർക്ക് പോകാൻ പറ്റാത്ത ഒരാളാണ്. എന്തെങ്കിലും കഴിയുന്നതും നിങ്ങൾ അദ്ദേഹത്തെയും സഹായിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ, നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.